രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 15 മിനിറ്റാണ് ഹോട്ടലിലെ തെളിവെടുപ്പ് നീണ്ടത്. ഹോട്ടലിൽ വന്നതായി രാഹുൽ സമ്മതിച്ചിട്ടുണ്ട്. CK അഭിലാൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. അഭിലാൽ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എയർ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്ന വാഹന വ്യൂഹത്തിനൊപ്പമാണ് സഞ്ചരിക്കുന്നത്. അഭിലാൽ, ഗുഡ് മോർണിംഗ്. എയർ ക്യാമ്പിലേക്ക് എത്താറായോ? മോദി, ഗുഡ് മോർണിംഗ്. ഇനിയും 6 കിലോമീറ്റർ ദൂരം മാത്രമാണ് അവശേഷിക്കുന്നത്. ഒരു 10 മിനിറ്റ് സമയത്തിനുള്ളിൽ AR ക്യാമ്പിലേക്ക് പ്രതിയുമായുള്ള പോലീസ് വാഹനം തിരികെ എത്തും. ഇന്ന് മറ്റെവിടെയെങ്കിലും തെളിവെടുപ്പ് ഉള്ളതായി അന്വേഷണ സംഘം വ്യക്തമാക്കുന്നില്ല. പാലക്കാട് കൊണ്ടുപോകാനുള്ള സാധ്യത സംബന്ധിച്ച് ചില സൂചനകൾ ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷേ മറ്റെവിടേക്കുമുള്ള തെളിവെടുപ്പ് ഇനി അവശേഷിക്കുന്ന 1.5 ദിവസ സമയത്തിനുള്ളിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. തുടർ ചോദ്യം ചെയ്യലാണ് അവശേഷിക്കുന്നത്. പരമാവധി വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമെങ്കിൽ അതിലേക്കായിരിക്കും അന്വേഷണ സംഘം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതേസമയം 6:30 മുതൽ 6:45 വരെയുള്ള 15 മിനിറ്റ് ദൈർഘ്യമുണ്ടായിരുന്ന തിരുവല്ല ക്ലബ് 7 ഹോട്ടലിലെ തെളിവെടുപ്പിനിടയിൽ ഹോട്ടലിൽ താൻ യുവതിക്കൊപ്പം എത്തി എന്ന് രാഹുൽ സമ്മതിച്ചതായി പറയുന്നുണ്ട്. മുൻപ് രാഹുലിന് വേണ്ടി കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഹർജിയിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ സ്ത്രീയുമായി സൗഹൃദം ഇല്ലായിരുന്നുവെന്നോ ഇവർ ഒന്നിച്ച് ഈ മുറിയിൽ ഉണ്ടായിട്ടില്ല എന്നോ ഉള്ള വിശദീകരണങ്ങൾ എവിടെയും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിന് ആഴം ഉണ്ടായിരുന്നു. അത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു എന്നുള്ളതാണ് വിശദീകരിച്ചത്. എന്നാൽ പീഡനമാണ് ഉണ്ടായത് എന്നുള്ളതാണ് പരാതിക്കാരി ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. 2024 ഏപ്രിൽ മാസം 8-ാം തീയതി ആ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നുള്ള പരാതിക്കാരിയുടെ വാദം നിലനിൽക്കുന്നതല്ല. അതിന് അടിസ്ഥാനമില്ല എന്നുള്ളതാണ് പ്രതിഭാഗത്തിന്റെ വാദം. അതിന് അനുബന്ധമായ രീതിയിലുള്ള വിശദീകരണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ SITക്ക് മുൻപാകെ ഇന്ന് രാവിലെ നൽകിയതെന്ന് ഉള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തന്റെ സാന്നിധ്യം 2024 ഏപ്രിൽ മാസം 8-ാം തീയതി ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം അന്വേഷണ സംഘത്തോട് സ്ഥിരീകരിച്ചു എന്നതിന്റെ സൂചനകളാണ് ലഭ്യമാകുന്നത്. എന്തായാലും നിയമവിദഗ്ധരുമായുള്ള കൂടിക്കാഴ്ചയുടെ കൂടി അടിസ്ഥാനത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം, എന്തൊക്കെയായിരിക്കണം പറയേണ്ടത് എന്ന് സംബന്ധിച്ച് വളരെ കൃത്യമായ രീതിയിലുള്ള പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് രാഹുൽ ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങിയത് എന്ന് വേണം കരുതാൻ. പക്ഷേ പാളിപ്പോയത് ശനിയാഴ്ച രാത്രിയിലത്തെ നീക്കമാണ്. യാതൊരു സൂചനകളുമില്ലാതെ പരാതിയെക്കുറിച്ചോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതിനെക്കുറിച്ചോ യാതൊരു സൂചനകളുമില്ലാതെ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുന്ന വേളയിൽ രാത്രി 12:30-ക്ക് അന്വേഷണ സംഘങ്ങൾ എത്തുന്നു, കസ്റ്റഡി എടുത്ത് കൊണ്ടുപോകുന്നു. പിന്നീട് അറസ്റ്റിലേക്കും